ഹലോ, വെൽക്കം ബാക്ക്. ഇനി നമുക്കൊരു അടിപൊളി അറേബ്യൻ ബ്രെഡ് പുഡിംഗ് തയ്യാറാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ നല്ല ക്രീമി ആയിട്ടുള്ള അടിപൊളി പുഡിംഗാണിത്. തുടക്കക്കാർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ആക്കുന്നത്. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം തന്നെ നമുക്ക് കസ്റ്റേർഡ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കുന്നത്. പാല് തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയം തന്നെ വേറൊരു ചെറിയ ബൗളിൽ 1/4 കപ്പ് പാൽ ഒഴിച്ച് ഞാൻ കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു പുഡിങ്ങിന് വനില ഫ്ലേവർ കസ്റ്റേർഡ് പൗഡർ തന്നെ യൂസ് ചെയ്യാൻ നോക്കാം. 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ലംസ് ഒന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിലെ പാൽ തന്നെ ഉപയോഗിക്കണേ. കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ അതേ പാല് തളിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു നേരം കസ്റ്റേർഡ് മിക്സ് ചേർത്ത് കൊടുക്കാം. കസ്റ്റേർഡ് മിക്സ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കസ്റ്റേർഡ് ഉണ്ടാക്കാൻ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പം നമ്മൾ ഇതിന് പഞ്ചസാര ചേർത്തിട്ടില്ലായിരുന്നു. ഇന്ന് നമുക്ക് പഞ്ചസാര ചേർക്കാം. ഒന്നിക്കലും നിങ്ങൾക്ക് പാല് തിളപ്പിക്കുന്ന സമയത്ത് തന്നെ ചേർക്കാം, അല്ലെങ്കിൽ ഇപ്പോഴും ചേർക്കാം. ഏതായാലും കുഴപ്പമില്ല. അപ്പം ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പുഡിംഗ് ആകുമ്പോൾ അത്യാവശ്യം നല്ല മധുരം വേണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നത്. ഇനി മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി തിളപ്പിച്ച് കുറുകി വരണം. അതേപോലെ തന്നെ കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ ഇത് നന്നായി കുറുകി വരുന്നുണ്ട്. അധികം ലൂസ് ആവാനും പാടില്ല, നല്ലോണം തിക്കാവാൻ പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം. ഇതിന്റെ ചൂടാറുന്ന സമയത്ത് ഇത് തിക്കായിട്ട് വരും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാം. ഞാനിവിടെ ഫിയോണന്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ല തണുത്തിരിക്കും തന്നെ ബീറ്റ് ചെയ്തെടുത്താൽ പെട്ടെന്ന് തിക്കായി കിട്ടും. ചില വിപ്പിംഗ് ക്രീമിന് മധുരം കുറവായിരിക്കും. അപ്പം നിങ്ങൾക്ക് മധുരം നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ പൗഡേർഡ് ഷുഗറോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ 3 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്തിരുന്നു. അപ്പോൾ ഇതേ വിപ്പിംഗ് ക്രീം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ നമുക്ക് മെയിനായിട്ട് 3 ഇൻഗ്രീഡിയൻ്റ് ആണ് വേണ്ടത്. അതിലൊന്ന് ബ്രെഡ്, പിന്നെ കസ്റ്റേർഡും വിപ്പിംഗ് ക്രീമുമാണ്. അപ്പോൾ കസ്റ്റേർഡും വിപ്പിംഗ് ക്രീമും നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് രണ്ടും വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം. പിന്നെ ബ്രെഡിൻ്റെ 4 സൈഡും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ബ്രെഡിന് അങ്ങനെ ഇത്ര അളവ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എടുക്കുന്ന പുഡിംഗ് ട്രേൻ്റെ വലുപ്പം അനുസരിച്ച് മാറിയെന്നിരിക്കും. നമ്മൾ ഏത് പുഡിംഗ് ട്രേയിലാണോ ഈ ഒരു പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് അതിൽ ഈ ഒരു ബ്രെഡ് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. ഏറ്റവും താഴത്തെ ലെയർ വരുന്നത് ബ്രെഡാണ്. ഗ്യാപ്പൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്യാം. ഇങ്ങനെ തന്നെ ബ്രെഡ് കട്ട് ചെയ്യണം എന്നില്ല, കുഞ്ഞു കുഞ്ഞു പീസായിട്ടും കട്ട് ചെയ്തെടുക്കുക. ഗ്യാപ്പൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്യണം. അടിയിലത്തെ ലെയറിന് ഗ്യാപ്പൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞ് ബ്രെഡിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് കസ്റ്റേർഡ് ഒഴിച്ചു കൊടുക്കുക. ബ്രെഡ് നന്നായിട്ട് സോക്ക് ചെയ്യുന്ന രീതിയിൽ അത്യാവശ്യം തിക്കായിട്ട് തന്നെ കസ്റ്റേർഡ് ഒഴിച്ചു കൊടുക്കണേ. ഇനി ഒരു സ്പൂൺ വെച്ച് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും കസ്റ്റേർഡ് എത്തണം. ഈ ബ്രെഡ് കസ്റ്റേർഡിൽ നല്ലോണം സോക്ക് ആവണം. അതുകൊണ്ട് തന്നെ കസ്റ്റേർഡ് കുറച്ച് അധികം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 1.5 കപ്പോളം കസ്റ്റേർഡാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ബ്രെഡ് കാണാത്ത രീതിയിൽ കസ്റ്റേർഡ് വെച്ചിട്ട് നല്ലോണം കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ കസ്റ്റേർഡ് ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലിൽ വിപ്പിംഗ് ക്രീമാണ് ഇടേണ്ടത്. വിപ്പിംഗ് ക്രീം ഇടുന്നതിന് മുന്നേ ഫ്രിഡ്ജിലൊന്ന് വെച്ച് സെറ്റ് ചെയ്തെടുക്കുക. ഒരു 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജ് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഈ കസ്റ്റേർഡും വിപ്പിംഗ് ക്രീമും ഒക്കെ മിക്സ് ആയി പോവും. അതുകൊണ്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ മേലിൽ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഇതുപോലെ മെല്ലെ മെല്ലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇത് പതിയെ ലെവൽ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ കസ്റ്റേർഡുമായിട്ട് മിക്സ് ആകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ലെയറും കൂടിയാലാണ് പുഡിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ അതേ നമ്മുടെ ലെയറിങ് പരിപാടിയും കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി നമുക്ക് മുകളിൽ എന്തെങ്കിലും ഡിസൈൻസ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ചോയ്സ് പോലെ എന്താണെന്നെങ്കിലും ചെയ്യാം. ഞാനിവിടെ ഇത്തിരി നട്ട്സൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് മേലിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിസൈനിങ് ഓരോരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ വിപ്പിംഗ് ക്രീമിൻ്റെ ലെയർ നട്ട്സ് പൗഡർ ഇട്ടിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണിത്. ഇതിലാകെ 3 ഇൻഗ്രീഡിയൻ്റേ വരുന്നുള്ളൂ: കസ്റ്റേർഡ്, വിപ്പിംഗ് ക്രീം, പിന്നെ ബ്രെഡ്. കസ്റ്റേർഡും വിപ്പിംഗ് ക്രീമൊക്കെ ഉണ്ടാക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുകൊണ്ടാണ് കുറച്ചധികം ടൈം വരുന്നത്. ഇപ്പം ഒട്ടുമിക്ക പേർക്കും കസ്റ്റേർഡും വിപ്പിംഗ് ക്രീമൊക്കെ ഉണ്ടാക്കാൻ അറിയാം. അതൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ഇതൊരു ക്ലിങ് പേപ്പർ വെച്ച് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു 4-5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സെറ്റായി കഴിഞ്ഞതിന് ശേഷം കഴിക്കുക. സെറ്റായാലാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തൊക്കെ. ഭയങ്കര സിമ്പിളാണ്. തുടക്കക്കാർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടൊരു പുഡിംഗ് റെസിപ്പിയാണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഒരുപാട് പുതിയ റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം. ആൻഡ് നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. ഒരുപാട് ഫുഡ് റെസിപ്പി വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.